ചിത്രീകരണം എന്ന മുഖ്യ കർമ്മത്തോടെ അവസാനിക്കുന്നില്ല ചലച്ചിത്ര സംവിധായകന്റെ ദൗത്യം. നേരെ മറിച്ച് അയാളുടെ ദിക്ഷ്ണയും ചിന്തയും ഉണർന്നു പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ് ചിത്രീകരണാനന്തര ഘട്ടം. ആത്യന്തികമായിട്ടുള്ള അയാളുടെ സിനിമ, അയാൾ എടുക്കാൻ പോകുന്ന സിനിമയെ പറ്റിയുള്ള അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടം മാത്രമാണ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ അത് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുന്നത് ഈ പറയുന്നതിൻ്റെ തൊട്ട് മദ്രാസിലോ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാളിന് ഈ ഷൂട്ട് ചെയ്ത മെറ്റീരിയൽ അങ്ങ് അയച്ചു കൊടുത്തിട്ട് അയാൾ കണക്കനുസരിച്ച് അങ്ങ് കട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മളൊന്നും ചെയ്യുന്നത് അങ്ങനെയല്ല. കൃത്യമായിട്ടും അത് പടം എടുക്കുന്ന ആൾ തന്നെ ഇരുന്നിട്ടാണ് തീരുമാനിക്കുന്നത് എവിടെ മുറിക്കണം, എവിടെ ചേർക്കണം എന്ന് തീരുമാനിക്കുന്നത്. വേറെ ആരുമല്ല. എന്ന് മാത്രമല്ല, എഡിറ്റിങ്ങിൻ്റെ പാറ്റേൺ ആ ഷൂട്ടിങ്ങിൽ തന്നെ ഉണ്ടാവും. എങ്ങനെയാണ് ഈ പടം എഡിറ്റ് ചെയ്യാൻ പോകുന്നുള്ളതിനെ പറ്റി ആണ് സ്ക്രിപ്റ്റ് വായിച്ചാൽ പോലും അറിയാതെ കൃത്യമായിട്ട് എവിടെയാണിത് ഒരു ദൃശ്യം കഴിഞ്ഞിട്ട് അടുത്ത ദൃശ്യം വരുന്നത് എവിടെയാണ്, ആ ദൃശ്യങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം കൊണ്ട് പുതിയ അർത്ഥതലങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളതൊക്കെ നേരത്തെ തീരുമാനിക്കുന്നതാണ്. പിന്നെ പുതുതായിട്ടുള്ള ബന്ധങ്ങളിൽ കൂടി ശബ്ദങ്ങളും ഇതിനോടൊപ്പം ശബ്ദങ്ങളോട് ചേരുമ്പോൾ ദൃശ്യങ്ങളുടെ സാധ്യതകൾ മാത്രമല്ല, ഇതിനോട് പലതരം ശബ്ദങ്ങളും കൂടെ ചേരുമ്പോൾ അതിനുള്ള അർത്ഥതലങ്ങൾ മാറും. ചിലപ്പോൾ അത് വികസിക്കും, ചിലപ്പോൾ അത് വളരെ ചുരുങ്ങാനും വഴിയുണ്ടാവും. ഇതൊക്കെ സംഭവിക്കും. പലപ്പോഴും പല ശബ്ദങ്ങൾ കൊണ്ടാണ്, ചിലപ്പം ശബ്ദങ്ങളുടെ പ്രയോഗത്തിൽ കൂടെയാണ് നമ്മൾ ചിലപ്പം പല ദൃശ്യങ്ങളെയും ചേർക്കുന്നത് പോലും. അവ തമ്മിൽ ഈ ഒരു ജൈവപരമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുന്നത് പോലും ചില ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇതൊക്കെ നമുക്ക് വളരെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാവുന്ന സാധ്യതകളാണ്. ഇതിനെപ്പറ്റി ഒരു സംവിധായകന് ബോധം ഉണ്ടായാൽ മാത്രം പോരാ, അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കുകയും അയാളെ കൊണ്ട് തന്നെ അത് സ്വയം വേറൊരാൾ അയാളെ മാറ്റി നിർത്തിയിട്ട് പോലും അയാൾക്ക് ചെയ്യാൻ കഴിയത്തക്കുള്ള അറിവുണ്ടായിരിക്കണം. അപ്പോഴേ മാത്രമേ അയാളെ നമ്മൾ ഫിലിം മേക്കർ എന്ന് പറയത്തുള്ളൂ. ഇപ്പോൾ ഒരു ആൾ ജനിച്ചു പ്രധാനമാണ്, പക്ഷേ അയാളുടെ ജീവിതം എന്ന് പറയുന്ന അയാൾ ജീവിച്ച് കാണിക്കുന്നതാണ്. അതുതന്നെയാണ് ഷൂട്ടിംഗ് സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകതയും. അത് കഴിഞ്ഞിട്ട് ഈ എഡിറ്റിംഗ് ടേബിളിലെ സംവിധായകൻ്റെ കർമ്മം എന്ന് പറയുന്നത് അയാൾ എന്ത് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നോ അതിനെ ആശ്രയിച്ചിരിക്കും. അയാൾ ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് ഒരേ കാര്യം തന്നെ പല ആംഗിളിൽ പലതരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനത്തെ രൂപത്തെക്കുറിച്ച് കണിശമായ ബോധം മനസ്സിലുണ്ട്, ഒരടി ഫിലിം പോലും നിങ്ങൾ വെറുതെ കളയാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അയാളുടെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ഷൂട്ടിംഗ് വേളയിൽ തന്നെ അങ്ങ് സംഭവിച്ച് കഴിയുകയാണ്. ഇപ്പോൾ ലാലുവിൻ്റെ മുന്നിലൊരു ഉത്തരം തരുന്ന ഒരാളായിട്ട് ഞാൻ ഇത്ര നേരം ഇരുന്നല്ലോ. എനിക്ക് തോന്നുന്നു എനിക്ക് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്കറിയേണ്ട കാര്യങ്ങൾ പ്രേക്ഷകർക്കും അത് ലാലുവാണ് തീർച്ചയായിട്ടും പറയേണ്ടത്. കാരണം മഹാനായ MD സാർ മുതൽ ശ്രീനിയേട്ടൻ, ജെയിംസ് ആൽബർട്ട്, അങ്ങനെ ഒരിക്കലും മലയാളത്തിൽ പുതിയ ഒരുപാട്, ഇപ്പോൾ ജെയിംസ് ഉൾപ്പെടെ ഒരുപാട് പുതിയ തിരക്കഥാകൃത്തുകളെ സംഭാവന ചെയ്തു. എങ്ങനെയാണ് ഇവരുടെയൊക്കെ ഒരു രീതി അതറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം എനിക്കും ചിലപ്പോൾ ഇവരെയൊക്കെ സമീപിക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. അല്ല, എൻ്റെ ആദ്യത്തെ സിനിമ മറവത്തൂർ കനവ് ശ്രീനേട്ടനാണ് എഴുതുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരക്കഥയുടെ കാര്യത്തിൽ എൻ്റെ ഒരു ഗുരുനാഥൻ തന്നെയാണ് ശ്രീനേട്ടൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കമൽ സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പാവം പാവം രാജകുമാരൻ എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹമാണ് എഴുതിയത്. കമൽ സാറ് നല്ല സെൻസുള്ള നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹം പിന്നീട് കുറേ സിനിമകൾക്കൊക്കെ എഴുതി. പക്ഷേ ശ്രീനേട്ടന് അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് കാണുന്ന ഒരു കാര്യം ഫ്ലാഷ് ബാക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഉപയോഗിക്കുന്ന രീതി, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ കഥാപാത്രം സംസാരിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പിന്നീടും ഈ പാഠങ്ങൾക്കൊക്കെ ശേഷവും നമ്മൾ ചെയ്യുന്ന ചില സിനിമകളിൽ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റും. ആ പറ്റുന്ന തെറ്റുകൾ എന്താണെന്ന് പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഇപ്പോൾ ശ്രീനേട്ടൻ അദ്ദേഹത്തിൻ്റെ രചനയിൽ സ്ക്രിപ്റ്റിൽ ഒരിക്കലും ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ടൊരു സീൻ ഉണ്ടാവില്ല. ഏറ്റവും അവസാനത്തെ പ്രോസസ്സാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എഴുത്തെന്ന് പറയുന്നത്. ഇത് സുദീർഘമായിട്ടുള്ള ചർച്ചകൾ, അതിന് അദ്ദേഹം ചില നോട്ടുകളൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്. പക്ഷേ അവസാനം ഒരു 1 ലൈൻ ഫോമാറ്റിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മറവത്തൂർ കനവ് തുടങ്ങുമ്പോൾ ആദ്യ ദിവസം ഷൂട്ട് ചെയ്യുന്നത് 61ാമത്തെ മറ്റോ സീനാണ്. സീനുകൾ തമ്മിലുള്ള കണക്ഷൻ, ഡയലോഗിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. പിന്നീട് ഞാൻ ബാബു ജനാർദ്ദനൻ എഴുതിയ സിനിമയാണ് ചെയ്തത്. ബാബു ആകുമ്പോൾ കുറേ കൂടി ഈ പറഞ്ഞ പോലെയുള്ള ഡിസ്കസ് ചെയ്ത് ബാബുവിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. സ്കെച്ചുകളൊക്കെ വരയ്ക്കും. ചില ക്യാരക്ടേഴ്സിന് ആ ക്യാരക്ടേഴ്സിൻ്റെ സ്കെച്ച് ഉണ്ടാവും.
ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൻ്റെ സ്കെച്ചുകളുണ്ടാവും, കഥ നടക്കുന്ന സ്ഥലം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ. ബാബു കുറച്ച് കൂടുതൽ എഴുതുന്ന രീതിയായിരുന്നു അന്ന്. പിന്നെ ആദ്യം മനസ്സിലുള്ളത് മുഴുവൻ എഴുതുകയും പിന്നീട് അതിൽ നിന്ന് അത് ചുരുക്കി കൊണ്ടുവരിക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. MD സാറിൻ്റെ ഈ പറഞ്ഞ പോലെ നീലത്താമര ഈ റീമേക്ക് ചിത്രമായിരുന്നെങ്കിലും നീലത്താമര ചെയ്യാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോൾ ഞാൻ ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞത്, ക്ഷമാപണത്തോടു കൂടി പറഞ്ഞു, ഞാൻ നീലത്താമര കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ പുള്ളി തന്നെ നന്നായി എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് ഒരു പുതിയ സിനിമയെ സമീപിക്കുന്ന പോലെ ചെയ്യാമല്ലോ. എന്നിട്ട് തന്നെ അതിൻ്റെ പഴയ സ്ക്രിപ്റ്റിൻ്റെ പ്രിൻ്റഡ് കോപ്പി ഇരിപ്പുണ്ട്. ആ കോപ്പി എനിക്ക് എടുത്തിട്ട് അതൊന്ന് വായിക്കുക ആദ്യം, എന്നിട്ട് നമുക്കൊരു ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരു ഡിസ്കഷൻ ഇരിക്കേണ്ടി വരുന്നതെന്ന് വിചാരിച്ചില്ല. കാരണം അദ്ദേഹം അങ്ങനെ ഇരുന്ന് എഴുതുക തരിക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനെ കാണാൻ ചെന്നു. അങ്ങനെ അദ്ദേഹം എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്നോട് എൻ്റെ മനസ്സിൽ ആ ക്യാരക്ടറിനെ കുറിച്ചും ഇപ്പോൾ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവേണ്ടതെന്നുള്ളത് മുഴുവൻ എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പുറത്തെടുത്തു. അപ്പോൾ ആദ്യം അദ്ദേഹം തന്നൊരു സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ പുള്ളിയുടെ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞു, അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നൊരു കുഴപ്പമുണ്ടാവും, ഈ പറഞ്ഞ കാര്യം ആലോചിക്കാവുന്നതാണ്, ഞാനത് ആലോചിക്കാം. പിന്നെ അതിൻ്റെ ഒരു എഴുത്തിൻ്റെ ഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ആദ്യം എഴുതിയ സീനുകൾ വായിക്കുമ്പോൾ ഞാൻ കണ്ണ് നിറഞ്ഞു പോകും. കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റേതായ ഗൗരവം കൊടുക്കുകയും അതൊക്കെ പരിഗണിച്ചിട്ടാണ് അദ്ദേഹം റീറൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ എനിക്ക് മനസ്സിലാവാത്ത വല്ല ഘട്ടങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് എന്തായിരിക്കും അവളുടെ ഒരു മനോനില, അവൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അധ്യാപകൻ പറഞ്ഞു തരുന്നത് പോലെ വിശദമായിട്ടാണ്. അതിൽ ഒരു ഡൗട്ടൊന്നുമില്ല അവൾ ആ സമയത്ത് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ മനസ്സിലപ്പം എന്തായിരിക്കും, അതെങ്ങനെയായിരിക്കും അവൾ പ്രകടിപ്പിക്കുക, അതൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ധാരണയുണ്ടാകും. സ്ക്രിപ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, വളരെ പ്രിസൈസ്ഡ് ആണ്. ആവശ്യമില്ലാത്ത ഒരു അക്ഷരം ഉണ്ടാവില്ല. വാക്കുകൾക്ക് തീ വിലയാണ് എന്ന് തോന്നും ആ ഏരിയയിൽ. ഭയങ്കര പിശുക്കാണ് വാക്കുകൾ.